نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. أعوذ بالله من الشيطان الرجيم. قال الله عز وجل: فلا وربك لا يؤمنون حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞ് വലാ വർബിക റബ്ബിന് തന്നെ സത്യം ലാ യുമിനൂന അവർ മോമിനാവില്ല ഹത്താ യുഹക്കിമൂക തങ്ങളെ വിധികർത്താവാക്കണേരെ ഫീമാ ശജറ ബൈനഹും വളരെ ഭിന്നഭിപ്രായത്തിൽ റസൂൽ പറഞ്ഞ് കേൾക്കണം അപ്പോഴേ മോമിനാവുള്ളൂ. ഇതാ മോമിനാവില്ല. വൈസല്യമോ തസ്ലീമ അത് പൂർണ്ണമായി സമ്മതിക്കണം അപ്പോഴേ മോമിനാവുള്ളൂ എന്നാണ് അല്ലാഹു തആല റസൂലിനെ പറ്റി സത്യം ചെയ്ത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പല പാർട്ടികളുള്ള കാലത്താണ്. അപ്പോൾ വിദേഹത്തിൻ്റെ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാളോട് പറഞ്ഞ് നീ എൻ്റെ ശേഷം ഇഖ്തിലാഫൻ കതീറ എൻ്റെ ശേഷം നിങ്ങൾ പല തർക്കങ്ങളും കാണും, അപ്പം എന്താ നിങ്ങൾ ചെയ്യുക? അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സാഹിബി ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞ് ചെയ്യുക ഞാനും എൻ്റെ അസ്ഹാബും നടന്ന് ആ ആശയത്തിൽ മുറുക്കി പിടിക്കുക, അതുതന്നെ വേണ്ടത്, അതിന് തെറ്റാൻ പാടില്ല. അപ്പോൾ അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖുലഫാഉർ റാഷിദീങ്ങളും കൊണ്ടുവന്ന് റസൂൽ വിരിച്ച വിധി. ഖുലഫാഉർ റാഷിദീങ്ങൾ നാട്ടിൽ ആകെ പരത്തിയ ആ വിധികൾ ശരിക്കാൻ പിടിക്കണം, അതിൻ്റെ എതിർ വിദേഹത്തുകളൊന്നും ആരും സ്വീകരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി പറഞ്ഞത് അനുകരിക്കണവരെ മോമിനാവില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. റസൂൽ പറയില്ല, റസൂൽ പറഞ്ഞ് കേൾക്കേണ്ടേ ഇതാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് നിൽക്കണം. അതിൻ്റെ എതിർ വിദേഹത്തോ ഒന്നിനും കൂടാൻ പാടില്ല, ഒരു പയച്ച പാർട്ടിയിലും കൂടാൻ പാടില്ല. അല്ലാണ്ട് റസൂൽ പറഞ്ഞിരിക്കണം എന്ത് ചെയ്യോ ഈ അറിവില്ലാഞ്ഞാൽ നിൽക്കാനും കൂടി ചെയ്യാവില്ല. കുൻ ആലിമൻ ഈ ആലിമായിക്കോ, അല്ലെങ്കിലോ മുത്താലിമൻ പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ അധ്വാനിച്ച് പഠിക്കുന്ന മുത്താലിമായിക്കോ, അതിനും കഴിച്ചില്ലെങ്കിലോ ഔ മുസ്ലിമിയാൻ കേൾക്കുമ്പോൾ ഒക്കെ പഠിക്കണേ അങ്ങനെ ആളായിക്കോ, ഔ മുഹിബൻ അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഇവിടെ വേണം എന്ന് ഇഷ്ടപ്പെടുന്ന ആളായിക്കോ, വലാത്തക്കും ഹാമിസ അഞ്ചാമത്തെ ആളാകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ദീൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടല്ലോ, അത് പഠിച്ചവർ ഉണ്ട്, പഠിക്കുന്നവരുണ്ട്, അതിന് സഹായിക്കുന്നവരുണ്ട്. അഞ്ചാമത്തെ ആൾ നമ്മളാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് സ്ഥാപനത്തിനൊക്കെ എല്ലാവരും സഹായിക്കണം, വേണ്ടതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരും സംസാരിക്കണം. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.